ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 4 വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ് അഥവാ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന പാഠത്തിൻ്റെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടുകൾ കാണാൻ വേണ്ടി പറ്റും. ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലെയിൻ മിററിൽ ഇമേജ് ഫോർമേഷൻ നടക്കുമ്പം ഉണ്ടാകുന്ന പ്രത്യേകതകളെക്കുറിച്ചാണ്. ആൻഡ് ഒരു പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് ലാറ്ററൽ ഇൻവേർഷൻ. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് പ്ലെയിൻ മിററിൽ കാണുമ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായിട്ടും തിരിഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രത്യേകതയിലേക്ക് നോക്കാം. ഡിസ്റ്റൻസ് ടു ദ ഇമേജ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ മിററിൽ അതിൻ്റെ ഇമേജ് കാണുമ്പം മിററും ഒബ്ജക്റ്റും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാകും അല്ലേ? ആ ഡിസ്റ്റൻസും അതിൽ ഫോം ചെയ്യുന്ന ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ഒരു ബന്ധമുണ്ട്. അതാണ് ഇതിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഇസ് യുവർ ഇമേജ് സീൻ? നിങ്ങളൊരു പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് അതിലേക്ക് നോക്കുക. അപ്പം നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ അതേപോലെ ആ ഇമേജും എങ്ങനെയാണ്? ഇമേജ് മിററിനോട് അടുത്ത് നിൽക്കുന്ന പോലെയാണോ അതോ ഇമേജ് കുറച്ച് ദൂരെ നിൽക്കുന്ന പോലെയാണോ തോന്നുന്നത് നോക്കുക. അതേപോലെ അതിൽ കുറച്ച് നമ്മൾ മുന്നിലേക്കും പുറകിലേക്കും മൂവ് എ ലിറ്റിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, മുന്നിലേക്കും പുറകിലേക്കും നീങ്ങി നോക്കുക. അപ്പോൾ ആ ഇമേജും എന്ത് ചെയ്യുന്നുണ്ട്? മുന്നിലേക്കും പുറകിലേക്കും നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ? ഡസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഓൾസോ ചേഞ്ച്? ഇമേജിൻ്റെ പൊസിഷനും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇഫ് യു ടേക്ക് റിഫ്ലക്റ്റീവ് ഗ്ലാസസ് യൂസ്ഡ് ഇൻ വിൻഡോസ് ഇൻസ്റ്റെഡ് ഓഫ് എ പ്ലെയിൻ മിറർ വി ക്യാൻ മെഷർ ദ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്ട് ഫ്രം ദ മിറർ ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഫ്രം ദ മിറർ. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ എന്താ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്ലെയിൻ മിറർ അല്ല, പകരം റിഫ്ലക്റ്റീവ് മിററില്ലേ, റിഫ്ലക്റ്റീവ് ഗ്ലാസസ് നമ്മൾ വിൻഡോസിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഇമേജ് കാണാനും പറ്റും, അതേസമയം നമുക്ക് അപ്പുറത്തുള്ള ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റും. അങ്ങനെയുള്ള മിറർ വെച്ചിട്ടാണ്, അങ്ങനെയുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതിനെ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു പീസ് റിഫ്ലക്റ്റീവ് ഗ്ലാസ് എടുത്തിട്ട് അതിനിങ്ങനെ വെർട്ടിക്കലായിട്ട് നിർത്തുക. ദെൻ അതിൻ്റെ രണ്ട് സൈഡിലും ഒരു A4 ഷീറ്റ് പേപ്പർ പീസ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ നമ്പർ ചെയ്തിട്ട് രണ്ട് സൈഡിലും ഒരേ ഡിസ്റ്റൻസിൽ ഒരേ ലെങ്ത്തിലുള്ള പേപ്പറിൽ ഒരേപോലെ നമ്പർ എഴുതിയിട്ട് രണ്ട് സൈഡിലും വയ്ക്കുക. അതാണ് അവിടെ പറയുന്നത്. ഫിക്സ് എ റിഫ്ലക്റ്റീവ് ഗ്ലാസ് വെർട്ടിക്കലി ഓൺ എ ടേബിൾ യൂസിങ് എ ഡബിൾ സൈഡഡ് ടേപ്പ്. Then tear an A4 sheet size paper lengthwise into two pieces. Draw lines at equal distance on both pieces of papers and mark the numbers 1 to 5 on each. Place the paper in front of and behind the reflective glasses as shown in the figure. Place a lighted candle at the area marked 3 as shown in the figure. അപ്പോൾ ഗ്ലാസിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ നമ്പർ എഴുതിയിട്ടുള്ള പേപ്പർ വെച്ചിട്ട് ഇതിൽ 3 എന്ന് എഴുതിയ ഭാഗത്ത് എന്ത് ചെയ്യുക? ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുക. ദെൻ പ്ലേസ് എ കോയിൻ അറ്റ് ദ ഏരിയ മാർക്കഡ് 3 ഓൺ ദ അതർ സൈഡ്. ദെൻ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലത്തെ പേപ്പറിൽ 3 എന്ന് എഴുതിയെടുത്ത് എന്ത് വയ്ക്കുക? ഒരു കോയിനും വയ്ക്കുക. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ഓൺ ദ മിറർ? അപ്പോൾ നമ്മൾ ഇതിൽ ക്യാൻഡിലിൻ്റെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ, മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എവിടെ ഉണ്ടാകുന്നത് പോലെയാണ് തോന്നുക? കോയിൻ വെച്ചില്ല, കോയിനിൽ കൊളൈഡ് ചെയ്യുന്ന പോലെ, കോയിനിൽ കാണുന്നത് പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമേജും ക്യാൻഡിലിൻ്റെ ഇമേജും അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലിരിക്കുന്ന കോയിനും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാം. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ പ്ലേസിങ് ദ ക്യാൻഡിൽ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. അപ്പോൾ അത് നമുക്ക് ക്യാൻഡിലിൻ്റെ പൊസിഷൻ മാറ്റി വെച്ച് നോക്കാം. എന്നിട്ട് മൂവ് ദ കോയിൻ ടു ദ പൊസിഷൻ വേർ ദ ഇമേജസ് ആർ സീൻ. അപ്പോൾ ഇമേജ് മാറുന്നതിനനുസരിച്ച് കോയിൻ്റെ പൊസിഷനെ മാറ്റി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? നമ്മൾ ഏത് നമ്പറിലാണോ ക്യാൻഡിൽ വെക്കുന്നത് അതേ നമ്പറിന് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും
അപ്പുറത്തെ സൈഡിൽ അതേ നമ്പറിന് കാണുന്ന പോലെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുക, ഇമേജും ഫോം ചെയ്യാം. So, is there any relation between the distance to the object from the mirror and the distance to the image from the mirror? അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഏത് സാധനത്തിന്റെ ഇമേജ് ആണോ നോക്കുന്നത് ആ സാധനവും മിററും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാകും. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ആ മിററും അതിലെ ഇമേജും തമ്മിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അതായത് മിററിന്റെ ഉള്ളിൽ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഇമേജ് ഫോം ചെയ്യുന്ന പോലെയാണ് നമുക്ക് കാണുക. അല്ലാതെ ആ മിററിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയല്ല ഇമേജ് തോന്നുക. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദെൻ അടുത്തൊരു പ്രത്യേകത സൈസ് ഓഫ് ദ ഇമേജ്. അപ്പം ഇപ്പം പറഞ്ഞത് ഡിസ്റ്റൻസ് ആണ്. ഇനി സൈസ് ഓഫ് ദ ഇമേജ് നോക്കാം. അതായത് നമ്മൾ നമ്മുടെ ഇമേജ് ഒരു പ്ലെയിൻ മിററിൽ കാണുമ്പോൾ നമ്മളുടെ സൈസിനേക്കാളും വലുതായിട്ടാണോ തോന്നുക, ചെറുതായിട്ടാണോ തോന്നുക, അതോ സെയിം സൈസ് ആയിട്ടാണോ തോന്നുക, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റിപ്പീറ്റ് ദ ആക്ടിവിറ്റി യു ഹാവ് ഡൺ യൂസിങ് അനദർ കാൻഡിൽ ഓഫ് ദ സെയിം സൈസ്. പ്ലേസ് ഈച്ച് കാൻഡിൽ അറ്റ് പൊസിഷൻ 3 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കോയിന് പകരം നമ്മൾ ആ സൈഡിൽ എന്ത് വെക്കുക, ഒരു കാൻഡിൽ തന്നെ വെക്കുക. സെയിം സൈസുള്ള കാൻഡിൽ രണ്ട് സൈഡിലും വെക്കുക. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം വൺ സൈഡ് ഡോണ്ട് യു സീ ബോത്ത് ദ റിഫ്ലക്ഷൻ ആൻഡ് ദ കാൻഡിൽ ഓൺ ദ അതർ സൈഡ് അറ്റ് ദ സെയിം പൊസിഷൻ. അതേപോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം ഒരു സൈഡിൽ വെച്ച കാൻഡിലിന്റെ ഇമേജും അപ്പുറത്തെ സൈഡിലെ കാൻഡിലും രണ്ടും നമുക്ക് ഒരേപോലെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ഒരേ പൊസിഷനിൽ ഒരേ സൈസിലായിരിക്കും കാണാൻ പറ്റുക. കമ്പയർ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഇമേജ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ. ഓരോ പൊസിഷൻ മാറ്റി വെച്ചിട്ട് ഇതേപോലെ നോക്കുക. Then light up the candle on one side of the mirror. Measure the height of the candle up to the tip of the flame using a scale. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ കത്തിച്ച് വെച്ച കാൻഡിലിൻ്റെ ഹൈറ്റ് ഒന്ന് അളന്ന് നോക്കുക. ദെൻ അതേപോലെ സിമിലർലി മെഷർ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഓൺ ദ അതർ സൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ചേഞ്ചിങ് ദ സൈസ് ഓഫ് ദ കാൻഡിൽ. ഡു ദ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ഹാവ് ദ സെയിം സൈസ്. അപ്പം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സൈസ് നോക്കിയാലും അതിൽ ഫോം ചെയ്ത ഇമേജിൻ്റെ സൈസ് നോക്കിയാലും രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒബ്സർവേഷൻ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ബേസിൽ പ്ലെയിൻ മിററിൽ ഒരു ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് 3 പോയിന്റ്സ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജസ് ഇൻ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ. ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമേജ് എന്ത് ചെയ്യും, ലാറ്ററൽ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. ദെൻ ഇൻ എ പ്ലെയിൻ മിറർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ. നമ്മൾ മിററിന്റെ മുന്നിൽ വയ്ക്കുന്ന വസ്തുവും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും അതിനുണ്ടാകുന്ന പ്രതിബിംബം അതിന്റെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഇൻ എ പ്ലെയിൻ മിറർ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഇമേജ്. നമ്മൾ നോക്കുന്ന വസ്തുവിന്റെ സൈസും അതിലുണ്ടാകുന്ന ഇമേജിന്റെ സൈസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതാണ് പ്ലെയിൻ മിററിലുള്ള 3 പ്രത്യേകതകൾ. ദെൻ ഇനി നമുക്ക് നമ്പർ ഓഫ് ഇമേജസ് നോക്കാം. So far we have discussed the features of the image formed in a plane mirror. When a burning candle is placed in front of a plane mirror, we get only one image. How many images will you see if a burning candle is placed in between 2 parallel plane mirrors? What is your assumption? അതായത് നമ്മൾ ഒരു മിറർ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ നമുക്ക് എത്ര ഇമേജ് കിട്ടും, അതിൽ ഒരു ഇമേജ് കിട്ടും അല്ലേ. അതേസമയം നിങ്ങൾ 2 മിററിനെ പരസ്പരം തിരിച്ചു വെക്കുക, പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ നടുക്കൊരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇമേജുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. A wooden block sized 6 inch 4 inch into 1 inch or small box, then small candle, matchbox, 2 plain mirrors of different heights having the same breadth as that of the wooden block, double sided tape. ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ പിക്ചറിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. ആ ബോക്സ് നടുവിൽ വെക്കുക. സോ അതിൻ്റെ 2 സൈഡിൽ നമുക്ക് മിററിന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ അതിൻ്റെ നടുക്ക് എന്ത് ചെയ്യാം,
ക്യാൻഡിൽ കത്തിച്ച് വെക്കാം. അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ യൂസിങ് ദ ഡബിൾ സൈഡഡ് ടേപ്പ് ഫിക്സ് ദ മിറേഴ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ വുഡൻ ബ്ലോക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ റിഫ്ലക്റ്റിംഗ് സർഫസ് കെയിം ഫേസ് ടു ഫേസ്. അതായത് രണ്ട് മിററിൻ്റെയും നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം എങ്ങനെ ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കണം. പ്ലേസ് ദ ലൈറ്റഡ് ക്യാൻഡിൽ ഇൻ ബിറ്റ്വീൻ ദ മിറേഴ്സ് ഓഫ് ദ വുഡൻ ബ്ലോക്ക്. നടുക്ക് എന്ത് വെക്കുക, ലൈറ്റഡ് ക്യാൻഡിൽ വെക്കുക. ദെൻ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ഇറ്റ് ഫ്രം ദ സൈഡ് ഓഫ് ദ ഷോർട്ട് മിറർ. ഹൗ മെനി ഇമേജസ് ഡു യു സീൻ ഓൺ ദ മിറർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്? എത്ര ഇമേജുകൾ നമുക്ക് കാണാൻ പറ്റും? നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇമേജ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് നമ്മുടെ ബ്യൂട്ടി പാർലറുകളിലോ അല്ലെങ്കിൽ ബാർബർ ഷോപ്പുകളിലോ ഒക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക്, സലൂണുകളിലൊക്കെ പോകുമ്പോൾ അറിയാം. ഇതേപോലെ കണ്ണാടി വെച്ചിട്ടുണ്ടാവും അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? നമ്മുടെ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടും കാണണം, ബാക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇമേജ് കാണാൻ പറ്റും? ഒരുപാട് ഇമേജ് അതിൻ്റെ ഉള്ളിലായിട്ട് ഇമേജുകൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും അല്ലേ? അപ്പം അതേപോലെ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഒരുപാട് ക്യാൻഡിലുകളെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. Why do we see such a large number of images? അവിടെ എന്താ സംഭവിക്കുന്നത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. ആ റൈറ്റ് സൈഡിലെ പിക്ചറിലേക്ക് നോക്കൂ. അതായത് നമ്മളൊക്കെ അറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുമ്പം ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു, ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് മിററിൽ പോയി തട്ടി തിരിച്ചു വരുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് മിററിൽ തട്ടുന്നു, തിരിച്ചു വന്നിട്ടോ അടുത്ത മിററിൽ തട്ടുന്നു. അപ്പോൾ അവിടെ ഒരു ഇമേജ് ഉണ്ടാവുന്നു. ദെൻ ആ ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അത് വീണ്ടും എന്താ അപ്പുറത്തെ സൈഡിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോവാണ്. അവിടെ വീണ്ടും ഒരു മിററാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇമേജ് ഉണ്ടാവും. ദെൻ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് കുറേ ഇമേജുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എ ലാർജ് നമ്പർ ഓഫ് ഇമേജ് of the lighted candle placed in between the parallel mirrors are formed due to multiple reflection of light. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. കുറേ പ്രാവശ്യം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. റിപ്പീറ്റ് ദ എബവ് എക്സ്പെരിമെന്റ് യൂസിങ് സം അതർ മെറ്റീരിയൽസ് ആൻഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് കാൻഡിൽ. ഒബ്സർവ് ദ ഇമേജസ്. വോണ്ട് യു ബി ഏബിൾ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് എൻഡ്ലെസ് റെയിൽവേ ലൈൻസ് ആൻഡ് റോസ് ഓഫ് ഫ്ലവറിങ് ട്രീസ്? അതായത് ഇതിന് നമ്മൾ ക്യാൻഡിലിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ച് നോക്കാം. അപ്പോഴും നമുക്ക് രസകരമായിട്ട് ഇതുപോലെ ഒരുപാട് ഇമേജുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. The picture given depicts a situation involving multiple reflection in daily life. Find more examples. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ കാണുന്നുണ്ട്, എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ബാർബർ ഷോപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബാർബർ ഷോപ്പുകളിൽ നമ്മൾ ഇങ്ങനത്തെ കണ്ണാടികളിൽ കാണാറുണ്ട് അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തല ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ ട്രയൽ റൂംസിൽ കയറാറുണ്ട് അല്ലേ? അങ്ങനത്തെ ട്രയൽ റൂമിൽ, അതുപോലെ ഡ്രസ്സിങ് റൂമുകളിലൊക്കെ ഇതുപോലെ 4 ഭാഗത്തും എന്ത് വെച്ചിട്ടുണ്ടാവും? കണ്ണാടി വെച്ചിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു പുതിയ ഡ്രസ്സ് ട്രൈ ചെയ്യുമ്പം എല്ലാ സൈഡിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ട്രയൽ റൂംസിൽ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. അതുപോലെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ജിംനേഷ്യത്തിൽ ഇതുപോലെ എന്ത് കാണാൻ പറ്റും? ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ടാവും, മിററുകൾ വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ബോഡി നമുക്ക് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഡാൻസ് സ്റ്റുഡിയോസിൽ അതുപോലെ കാണാറുണ്ട്. അത് നമ്മുടെ കുറേ പേര് ഒരുമിച്ച് നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ മൂവ്മെൻറ്റ്സ് എല്ലാ ഡയറക്ഷനിലും കാണാൻ വേണ്ടിയിട്ട് അവിടെയും അതുപോലെ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാണാറുണ്ട്. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ്. അപ്പോൾ നമ്മൾ പാരലലായിട്ട് 2 മിറർ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അതേപോലെ അല്ലാതെ വേറെ പല ആംഗിളുകളിൽ നമുക്ക് വെക്കാമല്ലോ. 2 ഗ്ലാസ്സുകൾ നമുക്ക് പല ആംഗിളുകളിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്താൽ ഈ കിട്ടുന്ന നമ്പർ ഓഫ് ഇമേജസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു എക്സ്പെരിമെൻറ്റ്.
Let's do an experiment. Glue two plain mirrors of equal size together with the sellotape as shown in the above picture. അതായത് ഈ പിക്ചറിൽ കാണിച്ചതുപോലെ രണ്ട് മിററുകളെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. അതായത് നമുക്ക് അതിൻ്റെ പരസ്പരം ആംഗിൾ മാറ്റാൻ പറ്റുന്ന രീതിയിൽ. Place a small ball in the middle and observe the number of images formed. Change the angle in between the mirrors. Observe whether there is a change in the number of images formed. അതായത് താഴത്തെ പിക്ചറിൽ നോക്കി നോക്കൂ. രണ്ട് മിററുകളെ പരസ്പരം ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു ആംഗിളിൽ വെക്കുക. അതിൻ്റെ നടുക്ക് എന്ത് വയ്ക്കുക? ഒരു ബോൾ വയ്ക്കുക. അപ്പോൾ എത്ര ഇമേജ് ഉണ്ടായിരുന്നു നോക്കുക. പിന്നെ അതിനുശേഷം നമ്മുടെ മിററുകളെ കുറച്ചും കൂടി ചെറുതാക്കുക. അതായത് അവരുടെ ഇടയിലുള്ള ആംഗിൾ കുറച്ചും കൂടി ചെറുതാവുന്നത് പോലെ മാറ്റി നോക്കുക. അപ്പോൾ ഇമേജുകളുടെ എണ്ണം, അതായത് നമുക്ക് എത്ര ബോളുകൾ അതിൽ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ നടുക്ക് വെച്ച ഒരു ബോളിന് പകരം അവിടെ എത്ര ബോളിൻ്റെ ഇമേജ് കാണാൻ പറ്റുന്നുണ്ട് നോക്കുക. ദെൻ വീണ്ടും എന്ത് ചെയ്യുക? കുറച്ചും കൂടി ഗ്ലാസ്സുകൾ ചേർത്ത് വെക്കുക, ആംഗിൾ ചെറുതാക്കുക. അപ്പോൾ എങ്ങനെ കാണുന്നുണ്ടെന്ന് നോക്കുക. Then നോക്കൂ, make a protractor and place it below the mirrors as shown in the figure. Find out the angle between the mirrors and the number of images formed and complete the table. അപ്പോൾ ഇതുപോലെ ഒരു പ്രൊട്രാക്ടർ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ആ രണ്ട് ഗ്ലാസ്സുകളുടെ ഇടയിലുള്ള ആംഗിൾ മെഷർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഓരോ ആംഗിളിൽ വെക്കുമ്പോഴും എത്ര ഇമേജ് ഫോം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ആ ടേബിൾ നോക്കൂ, ആംഗിൾ 30 വന്നു കഴിഞ്ഞാൽ എത്ര ഇമേജ് ഉണ്ടാകും, ആംഗിൾ 60 വന്നു കഴിഞ്ഞാൽ എത്ര ഉണ്ടാകും, 90, 120. അപ്പോൾ 60യുടെ ഓൾറെഡി ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, 5 ഇമേജ് ഉണ്ടാവും. അതായത് രണ്ട് ഗ്ലാസ്സുകൾ 60 ഡിഗ്രി അളവിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ്സുകളുടെ ഇടയിലുള്ള രണ്ട് മിററുകളുടെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇമേജ് കാണാൻ പറ്റും? 5 ഇമേജ് കാണാൻ പറ്റും. അതേപോലെ 30 ഡിഗ്രിയിൽ വെച്ച് നമുക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ടാവും? 11 ഇമേജ് കാണാൻ പറ്റും. 90 ഡിഗ്രിയിലാണെങ്കിൽ 3 ഇമേജ് ആണ് കാണാൻ പറ്റുക. 120 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ 2 ഇമേജ് ആണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ്? വാട്ട് ഹാപ്പൻസ് ടു ദ നമ്പർ ഓഫ് ഇമേജസ് വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ഇൻക്രീസസ്? അപ്പോൾ ആംഗിൾ രണ്ട് മിററിൻ്റെ ഇടയിലുള്ള ആംഗിൾ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇമേജുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ? വാട്ട് ഇഫ് ദ ആംഗിൾ ഡിക്രീസസ്? ആംഗിൾ ഡിക്രീസ് ചെയ്യുമ്പം ഇമേജുകളുടെ എണ്ണം കൂടി വരും. അങ്ങനെയാണ് കാണുന്നത്. ദെൻ ഇത് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ക് ചെയ്തിട്ടും എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് റൈറ്റ് സൈഡിൽ ചെറിയ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. If the angle is x, then the number of images is 360 by x minus 1. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏത് ആംഗിൾ ആണെങ്കിലും എത്ര ഇമേജ് കിട്ടുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ എക്സിന് പകരം നമ്മൾ മിററുകളുടെ ഇടയിലുള്ള ആംഗിൾ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, സൈഡിൽ തന്ന പിക്ചറിലേക്ക് നോക്കൂ. ഇവിടെ നമ്മൾ എക്സ് 90 ഡിഗ്രി എടുത്ത് നോക്കാമെന്ന് വിചാരിക്കാം. എക്സ് 90 ഡിഗ്രി എടുക്കുമ്പോൾ എന്ത് വരും? 360 by 90 minus 1 ആണ്. 360 by 90 ചെയ്താൽ എത്ര കിട്ടും? 4 കിട്ടും. 4 minus 1 3. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഉണ്ടാകുന്ന ഇമേജുകളുടെ എണ്ണം 3 ആണ്. അത് തന്നെയല്ലേ നമുക്ക് നേരത്തെ ഒബ്സർവേഷനിലും കിട്ടിയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇക്വേഷനിൽ കൊടുത്തിട്ടും ഈ നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. Then illusions in the mirror. Shall we make some interesting devices with mirrors that make use of the principle of multiple reflection? അപ്പം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വേറെ ഉപകരണങ്ങളും ഉണ്ട് കേട്ടോ. അതിന് എക്സാമ്പിളാണ് കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് ഇതൊക്കെ പറയുന്നത്. കാലിഡോസ്കോപ്പ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് കാലിഡോസ്കോപ്പ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെ 3 പ്ലെയിൻ മിറേഴ്സിൻ്റെ പീസുകൾ, പിക്ചറിലുള്ള പോലത്തെ നീളത്തിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പീസുകൾ ഒരുമിച്ച് ചേർത്തിട്ട് അതിൻ്റെ 2 സൈഡും കവർ ചെയ്യണം. അതേപോലെ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബാംഗിൾസിൻ്റെ പല കളറിലുള്ള വളപ്പൊട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ഉള്ളതുപോലെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതുണ്ടാക്കുന്നതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഒരെണ്ണം പെരിസ്കോപ്പാണ്. പെരിസ്കോപ്പിൻ്റെ സ്ട്രക്ചർ എങ്ങനെയുണ്ടാവും? അതാ ഇതുപോലെയാണ്. അതിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ
വരിക. അതായത് ഒരു സൈഡിൽ തട്ടുന്നു, ആ സൈഡിൽ നിന്ന് ലൈറ്റ് താഴത്തേക്ക് വരുന്ന അടുത്ത ഗ്ലാസ്സിൽ തട്ടുന്നു. 2 കോർണറിലും ഓരോ ഗ്ലാസ്സുകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ പിക്ചർ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ പെരിസ്കോപ്പ് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ അണ്ടർ വാട്ടറിലൊക്കെ പോകുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് മുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ട്, അതായത് ഒളിച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് മുകളിലേക്ക് നമ്മൾ നോക്കാം. നമുക്ക് നേരിട്ട് നോക്കണതിന് വരെ ഇത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലുള്ളത് കാണാൻ പറ്റും. അത് എപ്പോഴൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഈ സബ്മറൈൻസിൽ, നേവിയിലും സോൾജിയേഴ്സൊക്കെ താഴെ ഇരുന്നിട്ട്, അതായത് ഒരു കുഴി പോലെ ട്രെഞ്ച് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് എന്താ നടക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പെരിസ്കോപ്പ് വെച്ചിട്ട് കാണും. അതേപോലെ അണ്ടർ വാട്ടർ സബ്മറൈനിൽ പോകുന്ന ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്ത് കൂടെ ആരെങ്കിലും എന്തെങ്കിലും വരുന്നുണ്ടോ, ആൾക്കാർ വരുന്നുണ്ടോ, കപ്പൽ വരുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യണം, പെരിസ്കോപ്പും അതേപോലെ കൈലഡോസ്കോപ്പും എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ we have learned a lot about light. We cannot imagine world without light. Can you believe that excess of light creates problems for human beings and many other living organisms? അപ്പോൾ നമ്മൾ ലൈറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ലൈറ്റ് വെളിച്ചമില്ലാതെ നമുക്കൊരു രാത്രി പോലും തള്ളി നിൽക്കുന്നത് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷേ ഒരുപാട് ലൈറ്റ് ആയിക്കഴിഞ്ഞാൽ, ലൈറ്റ് അധികമായാൽ അത് മനുഷ്യനും അതേപോലെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ജീവജാലങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? താഴെയുള്ള പിക്ചർ നോക്കിയേ, എന്താണ് അതിൽ കാണുന്നത്? ഒരു ഓളാണ്, മൂങ്ങയാണ് അല്ലേ? അതെന്താ പറയുന്നത്? ഈവൻ ദോ ഇറ്റ് ഈസ് നൈറ്റ് ഐ കാൺ സീ എനിത്തിങ് ഡ്യൂ ടു ദ ഇൻറ്റൻസ് ലൈറ്റ് ഓൺ ദ റോഡ്. ഹൗ ക്യാൻ ഐ ഗോ ഔട്ട്? അപ്പോൾ നമുക്കറിയാം ഓൾസ് എങ്ങനെയാണ്, രാത്രിയിൽ ആണ് ഇര പിടിക്കാൻ ഇറങ്ങുന്നത് അല്ലേ, അല്ലെങ്കിൽ രാത്രിയിലാണ് അത് പുറത്തിറങ്ങുന്നത്. ഇതേപോലെ ഒരുപാട് നൊക്ടേണൽ അനിമൽസ് ഉണ്ട്, നൊക്ടേണൽ ജീവികളുണ്ട്. അതായത് രാത്രിയിൽ പുറത്തിറങ്ങി ഇര പിടിക്കുകയും പകൽ ലൈറ്റ് ഉള്ള സമയത്ത് അതിൻ്റെ കൂടിലോ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയും രാത്രി ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന ജീവികളുണ്ട്. അപ്പോൾ ഇവർക്ക് നൈറ്റിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താണ്, നമ്മൾ ഒരുപാട് ലൈറ്റ് കൂടുതലാണ് അല്ലേ? നമുക്കറിയാം എല്ലാ ജംഗ്ഷനുകളിലും ഒക്കെ ഇതുപോലെയുള്ള വലിയ ലൈറ്റൊക്കെ രാത്രി മുഴുവൻ എന്ത് ചെയ്തിരിക്കും, ഓണാക്കി വെച്ചിരിക്കുകയായിരിക്കും. അതേപോലെ സിറ്റീസിലൊക്കെ ആണെങ്കിലോ ഫുൾ ടൈം എല്ലായിടത്തും വെളിച്ചമായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ജീവികൾക്ക് ഇര പിടിക്കാൻ ഇറങ്ങാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്തായിരിക്കും, ബുദ്ധിമുട്ട് അനുഭവപ്പെടും. Didn't you notice how worried the owl is? When do owls go out for preying? How does the intense light at night affect them? Are the owls alone affected by the artificial light at night? അപ്പോൾ ഓൾസ് മാത്രമാണോ ഇതുപോലെ? അല്ല, വേറെയും ഒരുപാട് നൊക്ടേണൽ ജീവികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നുണ്ട്. ദെൻ ഇതിന് നമുക്ക് എന്ത് പറയാം? ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയാം. ടുഡേ വി യൂസ് മെനി സോഴ്സസ് ഓഫ് ലൈറ്റ് ദാറ്റ് ഡിസ്പെൽ ഡാർക്ക്നെസ്. അപ്പോൾ ഇരുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സോഴ്സ് ഓഫ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. യു ഹാവ് പ്രോബബ്ലി സീൻ ഇൻ സിറ്റീസ് ആൻഡ് പാർക്സ് നിയോൺ ബൾബ്സ് ആൻഡ് ദ lights that are kept lit up throughout the night. This light is harmful to many organisms that hunt for prey in the dark. They are also the heirs of this earth. Intense illumination at night also cause people to miss many of the sky views that can only be seen on clear nights. അപ്പോൾ ഇന്നത്തെ കാലത്ത് പാർക്കുകളിലും അല്ലെങ്കിൽ സിറ്റീസിലൊക്കെ ഫുൾ ടൈം ഇതുപോലത്തെ നിയോൺ ബൾബുകളും വേറെ പലതരത്തിലുള്ള ബൾബുകളും രാത്രി മുഴുവൻ കത്തിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ്, രാത്രിയിൽ പ്രേയിങ്ങിന് ഇര പിടിക്കാൻ ഇറങ്ങുന്ന ജീവികൾക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും എന്തുണ്ട്, നമ്മുടെ ഭൂമിയിൽ ഇതുപോലെ അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിനെ ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യാണ്, അനുവദിക്കാതിരിക്കുകയാണ്. അതേപോലെ നമുക്ക് മനുഷ്യന്മാർക്കും രാത്രിയുടെ ഭംഗി ഈ ഒരു ലൈറ്റിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരുപാട് ആകാശ കാഴ്ചകൾ, ആകാശത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഈ എക്സ്ട്രാ ലൈറ്റിൽ ഇരിക്കുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി കഴിയില്ല. അതേപോലെ തന്നെ didn't you realize some problems caused by light pollution? Too much light at night causes many difficulties for human beings as well as animals. Discuss them in the class and record in the science diary. ഇനി ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കും എന്ത് വേണം, ഒരു ഡാർക്ക് ഫേസ്,
പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ഒക്കെ എന്ത് വേണം, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഫേസ് നമ്മുടെ കൃത്യമായ ഉറക്കത്തിനും കൃത്യമായ ശാരീരിക പ്രവർത്തനത്തിനും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ലൈറ്റിൽ ഇരിക്കുമ്പം, പക്ഷെ നമ്മൾ പകൽ കിടന്നുറങ്ങിയ രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഒരു എഫക്റ്റ് എന്ത് കിട്ടില്ല, നമ്മുടെ ബോഡിക്ക് കിട്ടില്ല. അപ്പം നമ്മൾ കൃത്യമായ രാത്രി ജീവിതവും നൈറ്റ് ലൈഫും എന്ത് വേണം, നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഓവറായിട്ടുള്ള ലൈറ്റും എന്ത് തന്നെയാണ്, ഒരു പൊല്യൂഷൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിട്ടിരിക്കണം. അപ്പോൾ പാഠത്തിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റസ് എസ്എസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എക്സാമിൻ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? കുറച്ച് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ ട്രാൻസ്ലൂസൻറ്റ്, തേർഡ് കോളത്തിൽ ഒപ്പേക്ക് ഒബ്ജക്ട്സും കൊടുത്തിട്ടുണ്ട്. ബട്ട് അതിൽ ഒന്ന് എന്താണ്, ഓരോ കോളത്തിലും ഒരെണ്ണം ഓടാണ്, അതായത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് ട്രാൻസ്പെറൻറ്റ് അല്ല. അങ്ങനെ ഓരോന്നൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് നോക്കൂ. ക്ലിയർ വാട്ടർ, എയർ, ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക്, സ്ക്രീൻ ഗാർഡ് ഓഫ് എ മൊബൈൽ ഫോൺ. ഇതിൽ ഓഡ് വൺ ആയിട്ട് ഏതാ വരിക? ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക് അല്ലേ, അത് ട്രാൻസ്പെറന്റ് അല്ല, അത് ഇതായിരിക്കും, ഒരു ട്രാൻസ്ലൂസന്റിൽ വരുന്നതായിരിക്കും. അപ്പൊ അത് ഓഡ് വൺ ആണ്. ദെൻ സെക്കൻഡ് കോളം ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ് ആണെങ്കിൽ സോയില്, ടൈൽസ്, ടർബിഡ് വാട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതില് സോയില് ട്രാൻസ്ലൂസന്റ് ആണോ? അല്ല, സോയിൽ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്, അപ്പൊ അത് ഓഡ് വൺ ആണ്. ദെൻ തേർഡ് കോളം ഒപ്പേക്ക് ഒബ്ജക്ട്സില് സ്റ്റോണ്, മിറർ, ക്ലിയർ വാട്ടർ, ഹാർഡ് ബോർഡ്, ഫോഗ്. ഇതിൽ ഒപ്പേക്ക് അല്ലാത്തത് ഏതാ ഉള്ളത്? ക്ലിയർ വാട്ടർ അല്ലേ. ക്ലിയർ വാട്ടർ ഒപ്പേക്ക് അല്ല, അത് ട്രാൻസ്പെറന്റ് ആണ്. സോ അങ്ങനെ നമുക്ക് മൂന്നിലും ഓരോ ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഡു യു സീ ഹിയർ? എക്സ്പ്ലെയിൻ ബോത്ത് വ്യൂസ് ബേസ്ഡ് ഓൺ ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്താ? രണ്ടും ഒരു വാട്ടർ ബോഡിയുടെ തന്നെയാണ് അല്ലേ, പക്ഷേ ഫസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്, ഷാർപ്പ് ആയിട്ടുള്ള ഇമേജ് ആണ്. ആൻഡ് സെക്കൻഡ് പിക്ചറിലോ മൂവിങ് ആയിട്ടുള്ള ഒരു ക്ലിയർ അല്ലാത്ത ഒരു ഇമേജ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പിക്ചർ എന്ന് വെച്ചാൽ സ്റ്റാഗ്നന്റ് വാട്ടർ ആണ്, അതായത് അനങ്ങാതെ നിൽക്കുന്ന വാട്ടർ ആണ്, ഒഴുകുന്നൊന്നും ഇല്ല, മൂവിങ് ഇല്ല. ബട്ട് രണ്ടാമത്തേന്ന് പറയുന്നത് മൂവിങ് ആണ്, വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ ഫസ്റ്റ് പിക്ചറിൽ നടക്കുന്നത് നമ്മൾ പഠിച്ചതിലുള്ള റെഗുലർ റിഫ്ലക്ഷനും സെക്കൻഡ് പിക്ചറിലുള്ളത് ഇറഗുലർ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനുമാണ്. അപ്പൊ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ദ റിഫ്ലക്ഷൻ ഓഫ് ആൻ ഇമേജ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ ഇസ് ക്ലിയർ ആൻഡ് ഷാർപ്പ് വൈൽ ദ റിഫ്ലക്ഷൻ ഇൻ മൂവിംഗ് വാട്ടർ ഈസ് ഡിസോർട്ടഡ്. When water is still and smooth, light rays reflect uniformly, creating a clear image, and we can call it as regular reflection. Then, when water is moving, light rays scatter in different directions. This prevents a clear image from forming. So, we can call it as irregular reflection or diffused reflection. അങ്ങനെ നമുക്ക് പറയാം. അപ്പം നമുക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. Then, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. 2-3 സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് അവിടെ ഏത് റിഫ്ലക്ഷനാണ് വരുന്നതെന്ന് എഴുതുക. ഇതേപോലെ തന്നെയാണ് റെഗുലർ ആൻഡ് റെഗുലർ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഓർണമെന്റ്സ് ഷൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് എന്ത് റിഫ്ലക്ഷൻ ആണ്? അതൊരു റെഗുലർ റിഫ്ലക്ഷൻ ആണ്, കാരണം ഷൈനിങ് ഫേസ് ആണ് അല്ലെ, ഷൈനിങ് സർഫസ് നിന്നാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്, അപ്പൊ അത് റെഗുലർ ആയിരിക്കും. ദെൻ വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ഡേ ടൈം. അവിടെ എന്ത് റിഫ്ലക്ഷനാണ്? പകല് നമ്മുടെ വീടിന്റെ ഉള്ളില് അല്ലെ, നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് വരുമ്പം അത് ഒരേ ആംഗിളിലൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടാണോ വരിക? അല്ല. അപ്പൊ അത് എന്തായിരിക്കും? ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. പല സ്ഥലങ്ങളിൽ തട്ടി തട്ടി തട്ടിയാണ് ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നത് അല്ലെ, അപ്പൊ അത് ഇറഗുലർ ആണ്. ദെൻ എ പോളിഷ്ഡ് ഫർണിച്ചർ ഷൈൻ. നല്ല പോളിഷ് ചെയ്ത ഒരു ഫർണിച്ചർ ഷൈൻ ചെയ്യുന്നത് ഏതാ? റെഗുലർ ആണ് ഓഫ് കോഴ്സ്, കാരണം അത് പോളിഷ്ഡ് ആയിട്ടുള്ള ഷൈനിങ് സർഫസ് നിന്നാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്, അപ്പൊ അത് റെഗുലർ ആയിരിക്കും. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ സി റിഫ്ലക്ഷൻ ഓഫ് ട്രീസ് ഓൺ സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടറിൽ നല്ല അനങ്ങാതെ മൂവിങ് ഒന്നും ഇല്ലാത്ത വെള്ളത്തിലും ഏത് തരത്തിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാവുക? റെഗുലർ റിഫ്ലക്ഷൻ തന്നെയാണ് ഉണ്ടാവുക.
സോ ഇത്രയാണ് ലെറ്റേഴ്സ് ആസസ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലെറ്റേഴ്സ് ആസസിലെ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.